നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകം പ്രതി അമിത് ഒറാങ്ങിനെ തൃശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോട്ടയത്തെത്തിച്ച് തെളിവെടുത്തു. തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകം മുൻ വൈരാഗ്യം തന്നെയെന്ന പോലീസ്. ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടത് വൈരാഗ്യത്തിന് കാരണമായി. പ്രതി അമിത്തിന്റെ സഹോദരന്റെ പങ്കും അന്വേഷിക്കും. ക്ഷേത്രങ്ങളിൽ 10-ാം ഉദയം ആഘോഷിച്ചു. മണക്കാട്ട് ആയിരങ്ങൾ ദേവിക്ക് പൊങ്കാലയിട്ടു. പൊൻകുന്നം പുതിയകാവിൽ പുതുക്കല നിവേദ്യവും കലം കരിക്കലും. പൊൻകുന്നത്തിന് രുചിയുടെ കലവറ തുറന്ന ദൈവസഹായം ഹോട്ടൽ. നവീകരിച്ച ഹോട്ടൽ തുറന്നു. വാർത്തകൾ വിശദമായി. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായി വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീരയെയും കൊലപ്പെടുത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ മാളയിൽ നിന്നും ഇന്ന് രാവിലെയാണ് അസം സ്വദേശി അമിത് ഒറാങ്ങിനെ പിടികൂടിയത്. മാളയിൽ ഒരു കോഴി ഫാമിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ഇയാളുണ്ടായിരുന്നത്. പ്രതിയെ കോട്ടയത്തെത്തിച്ച് തെളിവെടുത്തു. കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് ഒറാങ്ങിനെ കോട്ടയത്ത് എത്തിച്ചു. ഉച്ചകഴിഞ്ഞ് 1:45 കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ അമിത്തിനെ കൊണ്ടുവന്നത്. തൃശൂർ മാളയിൽ നിന്നാണ് ഇയാളെ അന്വേഷണ സംഘം പിടികൂടിയത്. മാളയിൽ ഒരു കോഴി ഫാമിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ഇയാളുണ്ടായിരുന്നത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെക്കുറിച്ച് വിവരം ലഭിച്ചത്. ഇയാളുടെ പക്കൽ 10ഓളം മൊബൈൽ ഫോണുകളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ മാറ്റിയാണ് ഉപയോഗിച്ചിരുന്നത്. കൊലയ്ക്ക് ശേഷം വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും ഫോൺ പ്രതി മോഷ്ടിച്ചിരുന്നു. ഇതിൽ ഒരു ഫോൺ ഓണായിരുന്നു. ഇതിന്റെ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. കൊലപാതകം നടത്തി 24 മണിക്കൂറിനുള്ളിൽ പോലീസ് പ്രതിയെ പിടികൂടി. കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി അസം സ്വദേശി അമിത് തന്നെയെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച കോടാലിയിലെ ഫിംഗർ പ്രിന്റ് അമിത്തിന്റേതെന്ന് ഇന്നലെ തന്നെ തെളിഞ്ഞിരുന്നു. മോഷണ കേസിൽ അറസ്റ്റിലായപ്പോൾ ശേഖരിച്ച ഫിംഗർ പ്രിന്റും കോടാലിയിലെ ഫിംഗർ പ്രിന്റും ഒന്നാണെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് പോലീസിന് പ്രതിയെ കണ്ടെത്താൻ സഹായകരമായത്. വീടിന്റെ കതകിലും വീട്ടിനുള്ളിലും അടക്കം വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിരലടയാളം പോലീസ് ശേഖരിച്ചിരുന്നു. ഇന്നലെ രാവിലെയാണ് വ്യവസായിയും കോട്ടയം ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയുമായ വിജയകുമാറിനെയും ഭാര്യ മീരയെയും കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകത്തിന് കാരണം മുൻ വൈരാഗ്യമെന്ന് സ്ഥിരീകരിച്ച പോലീസ്. വിജയകുമാറിന്റെ വീട്ടിൽ മുൻപ് ജോലി ചെയ്തിരുന്ന അമിത് ഒറാങ്ങിനെ മോഷണത്തിന്റെ പേരിൽ പിരിച്ചുവിട്ടത് വൈരാഗ്യത്തിന് കാരണമായി. അറസ്റ്റിലായ അമിത്തിന്റെ സഹോദരന്റെ പങ്കും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കോട്ടയം തിരുവാതുക്കലിൽ വ്യവസായിയും ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയം ഉടമയുമായ വിജയകുമാറിനെയും ഭാര്യ ഡോക്ടർ മീരയെയും കൊലപ്പെടുത്തിയതിന് കാരണം മുൻവൈരാഗ്യമെന്ന് ഉറപ്പിച്ച് പോലീസ്. മാസങ്ങൾക്ക് മുൻപ് മോഷണക്കേസിൽ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടത് വൈരാഗ്യത്തിന് കാരണമായി. കേസിൽ അറസ്റ്റിലായ അസം സ്വദേശി അമിത് ഒറാങ്ങിന്റെ സഹോദരന്റെ പങ്കും പോലീസ് അന്വേഷിക്കുന്നു. അമിത് മാത്രമാണ് കൊലപാതകം നടത്തിയത്. വീടിന്റെ വാതിൽ തുറന്നു കയറിയ ഇയാൾ ഉറങ്ങിക്കിടക്കുന്ന വിജയകുമാറിനെയും ഭാര്യയെയും കോടാലിക്ക് വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. കൃത്യമായ ആസൂത്രണത്തിന് ശേഷമാണ് പ്രതി കൊലപാതകം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തി. ഇക്കഴിഞ്ഞ ശനിയാഴ്ച മുതൽ നഗരത്തിലെ ലോഡ്ജിലാണ് പ്രതി കഴിഞ്ഞിരുന്നത്. ഇതിനിടെ പലതവണ വിജയകുമാറിന്റെ വീടിന്റെ പരിസരം നിരീക്ഷിച്ചു. തിങ്കളാഴ്ച രാവിലെ ലോഡ്ജിൽ നിന്നും വെക്കേറ്റ് ചെയ്ത ശേഷം റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. രാത്രിയോടെ കൊലപാതകം നടത്താൻ പോയി. കൊലപാതകത്തിന് ശേഷം തൃശൂർ മാളയിലുള്ള സഹോദരന്റെ അടുത്തേക്ക് പോയി. ഇവിടെ നിന്നാണ് ബുധനാഴ്ച രാവിലെ ഇയാളെ പിടികൂടിയത്. സഹോദരനെ കൂടാതെ നേരത്തെയുണ്ടായ മോഷണ കേസിൽ പ്രതിയെ ജാമ്യത്തിലിറക്കിയ 2 സ്ത്രീകളെയും പോലീസ് കരുതൽ തടങ്കലിൽ ആക്കിയിട്ടുണ്ട്. അതേസമയം അറസ്റ്റിലായ പ്രതി അമിത്തിൽ നിന്നും വിജയകുമാറിന്റെ മകന്റെ മരണം അന്വേഷിക്കുന്ന CBI സംഘവും വിവരങ്ങൾ ശേഖരിക്കും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ക്ഷേത്രങ്ങളിൽ 10-ാം ഉദയം ആഘോഷിച്ചു. മലയാള വർഷത്തിലെ മേടം 10-നാണ് 10-ാം ഉദയം. 10-ാം ഉദയ ദിവസം ദേവീക്ഷേത്രങ്ങളിൽ ഏറെ പ്രാധാന്യമുണ്ട്. ചിറക്കടവ് മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രത്തിൽ പൊങ്കാലയായിരുന്നു പ്രധാന വഴിപാട്. നൂറുകണക്കിന് സ്ത്രീകൾ മണക്കാട്ടമ്മയ്ക്ക് പൊങ്കാലയിട്ടു. മലയാള വർഷത്തിലെ മേടം 10-നാണ് 10-ാം ഉദയം. സൂര്യൻ അത്യുച്ച രാശിയിൽ വരുന്ന ദിനം. സൂര്യൻ ഏറ്റവും ബലവാനായി വരുന്നത് ഈ ദിവസമാണ്. മലയാളികൾക്ക് തുലാമാസത്തിലെ 10-ാം തീയതിയും മേടമാസത്തിലെ 10-ാം തീയതിയും 2 10-ാം ഉദയമുണ്ട്. എങ്കിലും മേടത്തിലെ 10-ാം ഉദയത്തിനാണ് പ്രാധാന്യം. ഹൈന്ദവരെ സംബന്ധിച്ച് ആചാരപരമായും വളരെ പ്രാധാന്യമുള്ള ദിവസമാണിത്. വിശേഷാൽ പൂജകളും ആഗ്രഹസിദ്ധിക്കായുള്ള ഉപാസനകളുമൊക്കെ ഈ ദിവസങ്ങളിൽ കൂടുതൽ ഫലം നൽകുമെന്നാണ് വിശ്വാസം. 10-ാം ഉദയ ദിവസം ദേവീക്ഷേത്രങ്ങൾക്കാണ് പ്രാധാന്യം. ചിറക്കടവ് മണക്കാട്ട് ശ്രീഭദ്ര ക്ഷേത്രത്തിൽ രാവിലെ പൊങ്കാലയായിരുന്നു വിശേഷാൽ ചടങ്ങ്. ക്ഷേത്രം മേൽശാന്തി ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നതോടെ പൊങ്കാല ചടങ്ങുകൾ ആരംഭിച്ചു. നൂറുകണക്കിന് സ്ത്രീകൾ ദേവീസ്തുതികളുമായി അമ്മയ്ക്ക് മുന്നിൽ പൊങ്കാലയിട്ടു. ദേവീ പ്രീതിക്കായി വ്രതശുദ്ധിയോടെ പുത്തൻ കലങ്ങളിൽ ദേവിക്ക് മുന്നിലർപ്പിക്കുന്ന നിവേദ്യമാണ് പൊങ്കാല. ഭക്തരുടെ പ്രാർത്ഥനയും വിശ്വാസവും നിറയുന്ന മൺകലങ്ങളിൽ തിളച്ച പൊങ്കാല ദേവിയുടെ അനുഗ്രഹമായി മാറി.
ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ 10ാമത് മഹോത്സവത്തോടനുബന്ധിച്ച് പുതുക്കല നിവേദ്യമായിരുന്നു പ്രധാന വഴിപാട്. നിരവധി സ്ത്രീകൾ പുതുക്കല നിവേദ്യം നടത്തി. പൊൻകുന്നം പുതിയകാവ് ദേവീക്ഷേത്രത്തിൽ 10ാമത് മഹോത്സവം ആഘോഷിച്ചു. രാവിലെ ഉഷപൂജ, നിവേദ്യം എന്നീ ചടങ്ങുകൾ നടന്നു. തുടർന്നായിരുന്നു പുതുക്കല നിവേദ്യവും കലംകരിക്കലും. നിരവധി സ്ത്രീകൾ പുതുക്കല നിവേദ്യത്തിൽ പങ്കെടുത്തു. തുടർന്ന് ശ്രീബലി ചടങ്ങുകൾ നടന്നു. വാദ്യമേളങ്ങളോടെ ദേവി എഴുന്നള്ളി. ആനിക്കാട് കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച ചെണ്ടമേളം ചടങ്ങുകൾക്ക് ആകമ്പടിയായി. നിരവധി ഭക്തരും ചടങ്ങുകളിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ദൈവസഹായത്തിന്റെ നവീകരിച്ച ഹോട്ടൽ പൊൻകുന്നത്ത് തുറന്നു. ആധുനിക സൗകര്യങ്ങളുമായാണ് ഹോട്ടൽ തുറന്നിരിക്കുന്നത്. ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ഉദ്ഘാടനം നിർവഹിച്ചു. നാടിന് രുചികരമായ ഭക്ഷണം ഒരുക്കി ദൈവസഹായത്തിന്റെ നവീകരിച്ച ഹോട്ടൽ പൊൻകുന്നത്ത് തുറന്നു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് എം ശിവരാമൻ നായർ തുടങ്ങിവെച്ച ദൈവസഹായം ഹോട്ടലാണ് കാലോചിതമായി പുതുക്കിപ്പണിത് ഉദ്ഘാടനം ചെയ്തത്. ആധുനിക സൗകര്യങ്ങളുമായാണ് ഹോട്ടൽ തുറന്നിട്ടുള്ളത്. രാവിലെ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് തിരികൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ പ്രൗഢിയും നന്മയും അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള എല്ലാ മനുഷ്യരിവിടെ പറഞ്ഞതുപോലെ എല്ലാ വിഭാഗത്തിലുള്ളവരെയും ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു സ്ഥാപനമായിട്ട് ഇതിൻ്റെ യാത്ര ഇനിയും തുടരട്ടെ. ഇതിൻ്റെ തുടക്കമിട്ട പൂർവികന്മാർ ലക്ഷ്യമിട്ട മഹത്തരമായ ഒരു ലക്ഷ്യത്തിലേക്ക്, ഒരു കേവലമായ വ്യാപാര സ്ഥാപനത്തിലൊക്കെ അപ്പുറത്തേക്ക് ഒരു സാംസ്കാരിക സാമൂഹിക ഇടമായി ഇപ്പോഴും ഇതിനെ കാണാൻ തീർച്ചയായിട്ടും കഴിയട്ടെ. അതിനെ മുൻകൈയെടുത്ത പ്രിയപ്പെട്ട എല്ലാവരെയും ഒരിക്കൽ കൂടി ആന്റോ ആന്റണി MP മുഖ്യാതിഥിയായി എത്തി. നാട്ടിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ആളാണ്. കാരണം സാമുദായിക രംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വമാണ്. ആ വലിയ സൗഹൃദ ബന്ധമാണ് വീണ്ടും ദൈവസഹായം ഇതുപോലെ പുനർനിർമ്മിക്കണമെന്ന് അദ്ദേഹത്തെ എല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാടിന് അഭിമാനമായി എത്ര മനോഹരമായിട്ടാണ് ഇത് പൂർത്തീകരിച്ചത്. ഞാൻ ഇന്നലെ ഇവിടെ വന്ന് ഇതൊക്കെ കയറി കണ്ട് മോഹനേട്ടനെ കണ്ടിട്ടാണ് പോയത്. എന്നാൽ ഇപ്പം 1 മിനിറ്റ് താമസിച്ചു പോകുന്ന വഴിക്കുള്ള ട്രാഫിക് തടസ്സം. എന്തായാലും ഈ മനോഹരമായ ഈ നിമിഷത്തിൽ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സന്തോഷമറിയിക്കുന്നു. ദൈവസഹായം എന്നും ജനങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രസ്ഥാനമാണ്. നാളെയും അങ്ങനെയായിരിക്കും, സംശയമില്ല. ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ, വാർഡ് മെമ്പർ ശ്രീലത സന്തോഷ്, പൊൻകുന്നം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടോമി ഡൊമിനിക്, പുതിയകാവ് ദേവസ്വം പ്രസിഡന്റ് ബാബുക്കുട്ടൻ നായർ, VG ലാൽ, അഡ്വക്കേറ്റ് ഗിരീഷ് S നായർ, മാലേത്ത് സരളാദേവി, B രവീന്ദ്രൻ നായർ, ദൈവസഹായം ഗ്രൂപ്പ് ഉടമ അഡ്വക്കേറ്റ് MS മോഹൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദൈവസഹായം എന്നുള്ള ഈ സ്ഥാപനമല്ല, ഒരുപാട് പേരുടെ ആശ്രയമൊക്കെയായിരുന്നു ഈ സ്ഥാപനമല്ല. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എൻ്റെ അച്ഛൻ ഒരു ഇടതുപക്ഷ മനസ്സുള്ളാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. എങ്കിലും ഒട്ടനവധി വ്യക്തികൾ, രാഷ്ട്രീയക്കാരൊക്കെ ഈ സ്ഥാപനത്തിൽ വന്ന് താമസിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് മോഹൻ ചെയ്തത് ശരിയല്ല. അച്ഛൻ ഉണ്ടാക്കിയ പ്രസ്ഥാനം പുനർനിർമ്മിച്ച് ചെയ്യണമെന്ന് ഒട്ടനവധി വ്യക്തികൾ, എൻ്റെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, പരിചയമില്ലാത്തവരൊക്കെ പറഞ്ഞതാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയത് ഈ സ്ഥാപനം അടച്ചിട്ട് പോലും ദിവസവും ആൾക്കാരുടെ ബഹളം കയറി വരിക ഹോട്ടലുണ്ടെന്ന് വിചാരിച്ചതാണ്. ഈ കഴിഞ്ഞ ദിവസം വരെ, ഇന്ന് രാവിലെ വരെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ എനിക്കുണ്ടാകണമെന്നതാണ്, നിങ്ങളുടെ സഹകരണം എനിക്കുണ്ടാകണമെന്നതാണ്. ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് നടന്ന വയലിൻ ഫ്ലൂട്ട് ഫ്യൂഷൻ ആസ്വാദക മനം കീഴടക്കി. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കി അരുവിത്തുറ പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുനാളിന് കൊടിയേറി. മെയ് 1 വരെയാണ് തിരുനാൾ.
അരുവിത്തറ സെന്റ് ജോർജ് ഫെറോന പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹതായുടെ തിരുനാളിന് കൊടിയേറി. ഫ്രാൻസിസ് പാപ്പായോടുള്ള ആദരസൂചകമായി ആഘോഷ പരിപാടികൾ ഒഴിവാക്കി ലളിതമായാണ് തിരുനാൾ നടത്തുന്നത്. വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകല്ലിൽ കൊടിയേറ്റി. തിരുനാൾ ദിവസങ്ങളിൽ പകൽ വിവിധ സമയങ്ങളിൽ കുർബാനകൾ അർപ്പിക്കും. ഏപ്രിൽ 25-നാണ് ഇടവകക്കാരുടെ തിരുനാൾ. അന്നേ ദിവസം വൈകുന്നേരം 4:30 കാഞ്ഞിരപ്പള്ളി രൂപതാമെത്രാൻമാർ ജോസഫ് പുളിക്കൽ വിശുകുർബാന അർപ്പിക്കും. 7 മണിക്ക് വിശുദ്ധ ഗീവർഗീസിന്റെ തിരുസ്വരൂപം അൾത്താരയിൽ പ്രതിഷ്ഠിക്കും. 8-ാം ഇടമായ മെയ് 1 തിരുനാൾ സമാപിക്കും. മെയ് 2-നാണ് മരിച്ചവരുടെ ഓർമ്മ ദിനം. ന്യൂസ് ബ്യൂറോ, പാല. പാല അൽഫോൻസ കോളേജിൽ പെൺകുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. ചെസ്, യോഗ, ഡ്രോയിങ്, കൈത്തയ്യൽ, ബേക്കിംഗ് എന്നീ മേഖലകളിൽ പരിശീലനം നൽകുന്നു. പാല അൽഫോൻസ കോളേജിൽ പെൺകുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. പാല അൽഫോൻസ കോളേജിന്റെയും ലേൺസ് 318 യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായ ജുവൽസ് ഓഫ് പത്തനംതിട്ടയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജോസ് കെ മാണി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ അവധിക്കാലത്ത് പെൺകുട്ടികളുടെ സമയം ഫലപ്രദമായി വിനിയോഗിക്കാനും വിവിധ മേഖലകളിൽ അവരുടെ കഴിവുകൾ വളർത്താനും ഇത്തരം ക്യാമ്പുകൾക്ക് കഴിയുമെന്ന് ജോസ് കെ മാണി പറഞ്ഞു. നിങ്ങളെല്ലാവർക്കും ഞാൻ പറയും, ഇതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ഒന്ന് നമ്മുടെ അൽഫോൻസ കോളേജിനൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. പ്രത്യേകിച്ച് ഷാജി അച്ഛൻ പ്രിൻസിപ്പളിലൂടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിനോ ഈ കോളേജിനോ അല്ലെങ്കിൽ വൈസ് പ്രിൻസിപ്പളിനോ ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ അവധിക്കാലത്തൊക്കെ വെറുതെ മിണ്ടാതിരിക്കാം, ആക്ടിവിറ്റീസിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇന്ന് അൽഫോൻസ കോളേജ് ഇവിടെ സൂചിപ്പിച്ചു എത്രയോ അവാർഡുകൾ, ഇൻ്റർനാഷണൽ അവാർഡുകൾ വരെ നേടിയെടുത്തിരിക്കുകയാണ്. ഇത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ, ഷാജിയച്ഛൻ്റെ നേതൃത്വത്തിൽ എന്നും വിവിധ പരിപാടികളാണ്. കുട്ടികളെ ഒന്നും വെറുതെ ഇരുത്തില്ല, എപ്പോഴും ആക്ടിവിറ്റീസാണ്. അതാണ് വേണ്ടത്. മെയ് 3 വരെ രാവിലെ 9:30 മുതൽ ഉച്ചകഴിഞ്ഞ് 3:30 വരെ നടക്കുന്ന ഈ ക്യാമ്പിൽ 8 മുതൽ 12 വരെ ക്ലാസുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനം. ചടങ്ങിൽ കോളേജ് പ്രിൻസിപ്പൽ, ലേൺസ് ക്ലബ് പ്രതിനിധികൾ, അധ്യാപകർ, രക്ഷകർത്താക്കൾ എന്നിവർ പങ്കെടുത്തു. ചെസ്, യോഗ, എയറോബിക്സ്, ഡ്രോയിങ്, കൈത്തയ്യൽ, ബേക്കിംഗ്, പ്രസംഗ പരിശീലനം, നേതൃത്വ പരിശീലനം, കൗൺസിലിംഗ്, ബാസ്കറ്റ്ബോൾ, വോളിബോൾ, അത്ലറ്റിക്, കരാട്ടെ, ഫോട്ടോഗ്രാഫി, കണ്ടന്റ് ക്രിയേഷൻ എന്നിവയിലായിരിക്കും പരിശീലനം. ഓരോ കുട്ടികൾക്കും താല്പര്യമുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സൗകര്യങ്ങളും ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. പൊൻകുന്നം അരവിന്ദ ആശുപത്രിക്ക് സമീപം നനൂഹ ഫാമിലി റെസ്റ്റോറന്റ് തുറന്നു. ചിറക്കടപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് CR ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. അറബിക്, ചൈനീസ്, ഇന്ത്യൻ വിഭവങ്ങൾ ലഭിക്കും. 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡോർ ഡെലിവറിയുമുണ്ട്. അറിയിപ്പ്: കൊടുങ്ങൂർ ആയില്യങ്കാവ് നാഗരാജ ക്ഷേത്രത്തിൽ പുനരുദ്ധാരണ നവീകരണം ക്ഷേത്രം തന്ത്രി കുഴിക്കാട്ടില്ലം അഗ്നിശർമ്മൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഏപ്രിൽ 25 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് സ്ഥാനക്കുറ്റിവയ്പ് കർമ്മം നടത്തും. വിവരങ്ങൾക്ക് ഫോൺ 9947889234. കോട്ടയം താലൂക്ക് വികസന സമിതി യോഗം മെയ് 3 രാവിലെ 10:30 കോട്ടയം താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്റർ വരുന്ന മാസങ്ങളിൽ നടത്തുന്ന തൊഴിൽ മേളകളിലേക്കും വോക്ക് ഇൻ ഇന്റർവ്യൂകളിലേക്കും ഉദ്യോഗാർത്ഥികൾക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാൻ അവസരം നൽകുന്നു. ഏപ്രിൽ 24 രാവിലെ 10:30 മുതലാണ് രജിസ്ട്രേഷൻ. +2 ആണ് കുറഞ്ഞ വിദ്യാഭ്യാസ യോഗ്യത. രജിസ്റ്റർ ചെയ്യുവാനുള്ള പ്രായപരിധി 18 മുതൽ 40 വരെ. താൽപര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുന്നതിനായി ഒറ്റത്തവണ ഫീസായി 250 രൂപയും ആധാർ കാർഡുമായി അന്ന് രാവിലെ 10:30 കോട്ടയം ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തണം. വിവരങ്ങൾക്ക് ഫോൺ 048125634551. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകം പ്രതി അമിത് ഒറാങ്ങിനെ തൃശൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തു. പ്രതിയെ കോട്ടയത്തെത്തിച്ച് തെളിവെടുത്തു. തിരുവാതുക്കലിലെ ഇരട്ടക്കൊലപാതകം മുൻ വൈരാഗ്യം തന്നെയെന്ന് പോലീസ്. ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ടത് വൈരാഗ്യത്തിന് കാരണമായി. പ്രതി അമിത്തിന്റെ സഹോദരന്റെ പങ്കും അന്വേഷിക്കും. ക്ഷേത്രങ്ങളിൽ 10-ാം ഉദയം ആഘോഷിച്ചു. മണക്കാട്ട് ആയിരങ്ങൾ ദേവിക്ക് പൊങ്കാലയിട്ടു. പൊൻകുന്നം പുതിയകാവിൽ പുതുക്കല നിവേദ്യവും കലം കരിക്കലും. പൊൻകുന്നത്തിന് രുചിയുടെ കലവറ തുറന്ന് ദൈവസഹായം ഹോട്ടൽ. നവീകരിച്ച ഹോട്ടൽ തുറന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.